എജുപ്ലസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഇന്ന് നമ്മൾ ഫിസിക്സിലെ ചാപ്റ്റർ 25 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഡ്യുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ ആൻഡ് മാറ്റർ. ഇതൊരു സിമ്പിൾ ചാപ്റ്ററാണ്, പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നതായിരിക്കും. ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനെ കുറിച്ചിട്ടാണ്. ഒരു ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ടേംസിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഒരു മെറ്റൽ സർഫസിൽ ഇൻസിഡൻറ്റ് ചെയ്യുന്ന ഹൈ ഫ്രീക്വൻസി ലൈറ്റ് ഉണ്ടാവുമല്ലോ, അത് ആ ഒരു മെറ്റൽ സർഫസിൽ ഇൻസിഡൻറ്റ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഇലക്ട്രോൺസിനെ നമ്മൾ ഫോട്ടോ ഇലക്ട്രോൺസ് എന്ന് വിളിക്കുന്നു. ഇവിടെ ഉണ്ടാകുന്ന ആ ഒരു ഫിനോമിനൻ ഉണ്ടാവുമല്ലോ, അതാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു മെറ്റൽ സർഫസിൽ ഇൻസിഡൻറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി, ഹൈ ഫ്രീക്വൻസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് വി വെച്ചിട്ടായിരിക്കും. ദറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ദി ത്രെഷോൾഡ് ഫ്രീക്വൻസി ഓഫ് ദി മെറ്റൽ സർഫസ്. മെറ്റൽ സർഫസിലെ ത്രെഷോൾഡ് ഫ്രീക്വൻസിനെ നമ്മൾ V0 വെച്ചിട്ടാണ് കേട്ടോ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതെന്തായിരിക്കും? ആ ഇൻസിഡൻറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി മെറ്റൽ സർഫസിലെ ഫ്രീക്വൻസിനേക്കാളും കുറവായിരിക്കും, അല്ലെങ്കിൽ ഗ്രേറ്റർ ആയിട്ട് വരുന്നത് ഏതാണ്? ആ ഒരു ഹൈ ഫ്രീക്വൻസി ഇൻസിഡൻറ്റ് ലൈറ്റാണ്. ഓക്കെ, എഫക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഈ ഒരു പിക്ചർ ഇവിടെ കാണാം അല്ലേ, എക്സ്പെരിമെൻ്റൽ അറേഞ്ച് ഫോർ ഒബ്സർവിങ് ദി ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. അപ്പോൾ എന്താണ് ഈ ഒരു പിക്ചറിൽ കാണുന്നത്? ഒരു ഇവാക്വേറ്റഡ് ഗ്ലാസ് ട്യൂബ് ഉണ്ട് അല്ലേ. ദിസ് ഈസ് ദി ഇവാക്വേറ്റഡ് ഗ്ലാസ് ട്യൂബ്. ഞാൻ കൂടുതലായിട്ട് വരച്ച് വൃത്തികേടാക്കുന്നില്ല, നിങ്ങൾക്ക് കാണാം. ഇവാക്വേറ്റഡ് ഗ്ലാസ് ട്യൂബ് ഉണ്ട്. സോ ഇതിൽ ഈ ഒരു പാർട്ട് ഉണ്ടല്ലോ, ഇതാണ് ഇതിൻ്റെ കാഥോഡായിട്ട് മാറുന്നത്, വിച്ച് എമിറ്റ്സ് ഇലക്ട്രോൺ. ആൻഡ് ദിസ് വൺ എ ഇല്ലേ, എ എന്ന് ഡിനോട്ട് ചെയ്ത്, ദറ്റ് ഈസ് ആനോഡ് വിച്ച് കളക്ട് ദാറ്റ് ഇലക്ട്രോൺസ്. ഓക്കെ, കളക്ട് ചെയ്യുന്ന ആ ഇൻസിഡൻറ്റ് കളക്ട് ചെയ്യുന്ന പാർട്ടാണ് ആനോഡ് വരുന്നത്. നമ്മുടെ ഈ ഒരു കാഥോഡിലേക്ക് ലൈറ്റ് പാസ് ചെയ്യുന്നില്ലേ, അത് ഷൈൻ ചെയ്യുന്ന ഈ ഒരു ക്വാർട്സ് വിൻഡോ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു കാഥോഡ് ഉണ്ടല്ലോ, ഫോട്ടോ സെൻസിറ്റീവ് പ്ലേറ്റ് ആണ്. ഫോട്ടോ വന്ന് പതിക്കുമ്പോൾ സെൻസിറ്റീവാണ്. സോ വിച്ച് എമിറ്റ് ദി ഇലക്ട്രോൺസ്. ഇതാണ്. ഇനിയിപ്പോൾ നമ്മുടെ ഇവിടെയുള്ള ഈ ഒരു കാഥോഡ് ഉണ്ടല്ലോ, ദറ്റ് ഈസ് കണക്റ്റഡ് ഇൻ ടു വിച്ച് ദിസ് ബാറ്ററി. ഈ ഒരു ബാറ്ററിയുമായിട്ടാണ് കാഥോഡ് കണക്ട് ചെയ്തിരിക്കുന്നത് ടു ഫെസിലിറ്റേറ്റ് ദി ഇവാക്വേഷൻ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ്. അപ്പം ഈ ഒരു അപ്ലൈ ചെയ്യുമ്പോൾ, നമ്മുടെ ഇൻറ്റേർണൽ വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ എന്തായിരിക്കും? ഈ ഒരു കാഥോഡ് ദാറ്റ് എമിറ്റ് ദി ഫോട്ടോ ഇലക്ട്രോൺ സ്ട്രൈക്ക് ഫോട്ടോ ഇലക്ട്രോൺ. ആൻഡ് ഈ ഒരു ഇലക്ട്രോൺസ് എവിടെ സ്ട്രൈക്ക് ചെയ്യും? നമ്മുടെ ആനോഡിൽ സ്ട്രൈക്ക് ചെയ്യും. ഓക്കെ, ഞാൻ ഇതൊക്കെ ഒന്ന് ഇറേസ് ചെയ്യാണ്. അപ്പോൾ വിച്ച് ഫോട്ടോ കറണ്ട് ഇസ് പ്രൊഡ്യൂസ്ഡ് അല്ലേ. അപ്പം ഈ ഒരു ഇലക്ട്രോൺസ് ആനോഡിൽ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ, വിച്ച് കാഥോഡ് എമിറ്റ് ചെയ്തിരുന്ന ഇലക്ട്രോൺസ് ആനോഡിൽ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ഫോട്ടോ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പിക്ചറിൽ കാണാം മൈക്രോ അമ്മീറ്റർ മ്യൂ എ. ദറ്റ് ഈസ് എന്തിനാണ് ആ ഒരു മൈക്രോ അമ്മീറ്റർ കണക്ട് ചെയ്തിരിക്കുന്നത്? മെഷർ ദി ഫോട്ടോ കറണ്ട്. ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആനോഡിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഫ്ലോ ഉണ്ടല്ലോ, അതിന് കറണ്ട് ഉണ്ടല്ലോ, അതിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഈ ഒരു അമ്മീറ്റർ കണക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. സോ നമുക്കപ്പോൾ ഇപ്പോൾ എന്താ മനസ്സിലായത്? ഫോട്ടോ ഇലക്ട്രോൺസ് ആൻഡ് ഹൗ ദി ഇൻസ്ട്രുമെൻറ്റ് ദേ ആർ ഇൻ പ്രൂവിങ് ദി പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ലൈറ്റ്. Okay, and the intensity and the frequency of the incident radiation play a vital role in the photoelectric effect. അപ്പം ഈ ഒരു ഫോട്ടോ ഇലക്ട്രോൺസിലെ ഇൻറ്റൻസിറ്റീൻ്റെ എഫക്റ്റ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം.
ഈ ഒരു എക്സ്പെരിമെൻ്റൽ അറേഞ്ച്മെൻറ്റിൽ ഫോട്ടോ ഇലക്ട്രോൺസിൻ്റെ ഇൻറ്റൻസിറ്റീൻ്റെ എഫക്റ്റ് എങ്ങനെയാണെന്ന് നോക്കുക. അതിനുള്ളൊരു ഡയഗ്രമാണ് നമ്മളിവിടെ കൊടുക്കുന്ന ഒരു ഗ്രാഫാണ് ഇവിടെ നമ്മൾ ഷോ ചെയ്യുന്നത്. ഓക്കെ, ഇത് ഈ ഒരു ഐ ഉണ്ടല്ലോ റെഫർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോ ഇലക്ട്രിക് കറൻ്റ് ആണ് കേട്ടോ. ആൻഡ് ദിസ് വൺ ഈസ് ദി ഇൻറ്റൻസിറ്റി ഓഫ് ദി ലൈറ്റ്. സോ കീപ്പിംഗ് ദ ഫ്രീക്വൻസി ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ കോൺസ്റ്റൻറ്റ്. നമ്മൾ ആ ഒരു മെറ്റൽ സർഫസിലേക്ക് ഇൻസിഡൻറ്റ് ചെയ്യുന്ന ആ ഒരു ഫ്രീക്വൻസി ഉണ്ടല്ലോ അതിനെ കോൺസ്റ്റൻ്റ് ആക്കി വെക്കാം. സോ ദി ഇൻറ്റൻസിറ്റി ഈസ് ഇൻക്രീസ്ഡ്. അപ്പോൾ എന്താണ് ആ ഒരു ഫോട്ടോ ഇലക്ട്രോൺസ് സ്ട്രൈക്ക് ചെയ്യുന്നില്ല ആനോഡിലേക്ക് പെർ സെക്കൻഡ്. ആ ഒരു ഫോട്ടോ ഇലക്ട്രോൺസ് ആനോഡിലേക്ക് സ്ട്രൈക്ക് ചെയ്യുന്നതിൻ്റെ നമ്പറും ഇൻക്രീസ് ചെയ്യും. സോ ദി ഫോട്ടോ കറണ്ടും എന്തായിരിക്കും ഇൻക്രീസ് ചെയ്ത് പോകുന്നു. ഓക്കെ, അപ്പോൾ ഇൻറ്റൻസിറ്റി ഓഫ് ദി ഇലക്ട്രോൺസ് കൂടുന്നു. ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പം ഒരു ഇൻസിഡൻറ്റ് ചെയ്യുന്ന ലൈറ്റിൻ്റെ ഫ്രീക്വൻസി കോൺസ്റ്റൻ്റായി വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ഇൻറ്റൻസിറ്റി കൂടുന്നു എന്നാണ് പറയുന്നത്. അതായത് ഇവിടെ നിന്ന് പോകുന്ന എമിറ്റ് ചെയ്യുന്ന ആ ഒരു ഫോട്ടോ ഇലക്ട്രോൺസ് ഉണ്ടല്ലോ അത് കൂടുതലായിട്ട് സ്ട്രൈക്ക് ചെയ്യപ്പെടുന്നു. അങ്ങനെ ഇലക്ട്രോൺസ് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ എന്താണ് ഫോട്ടോ കറൻ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ കൂടുതലായിട്ട് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കൂടുതൽ സ്ട്രൈക്ക് ചെയ്യുമ്പം ഒബ്വിയസ്ലി നമ്മുടെ ഔട്ട്പുട്ടിൽ കിട്ടുന്ന ആ ഒരു ഇലക്ട്രിക് ഫോട്ടോ കറൻറ്റ് എന്തായിരിക്കും? ദാറ്റ് ഈസ് ഓൾവേസ് ഇൻക്രീസ്ഡ്. ഓക്കെ, അതിനെ റെഫർ ചെയ്യുന്ന ഒരു ഗ്രാഫാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം ദ എഫക്റ്റ് ഓഫ് ദി പൊട്ടൻഷ്യൽ ഓൺ ദി ഫോട്ടോ കറൻറ്റ്. ഫോട്ടോ കറൻറ്റിൻ്റെ പൊട്ടൻഷ്യൽ നമുക്ക് നോക്കാം. നെക്സ്റ്റ് നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐൻസ്റ്റീൻ്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷനെ കുറിച്ചിട്ടാണ്. ഐൻസ്റ്റീൻ തിയറി ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. അപ്പം 1905 ഐൻസ്റ്റീൻ പ്രപ്പോസ് ചെയ്തതാണ് ഈ ഒരു തിയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ഈസ് എ certain minimum frequency below which the emission of electron is not possible. അല്ലേ, ഒരു മിനിമം ഫ്രീക്വൻസീൻ്റെ ബിലോ ആയിട്ട് വരുന്നതാണെങ്കിൽ എന്താ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യപ്പെടുന്നില്ല എന്നാണ് ഐൻസ്റ്റീന് പറയുന്നത്. സോ ദിസ് ഫ്രീക്വൻസി ഈസ് നോൺ ആസ് ദി ത്രെഷോൾഡ് ഫ്രീക്വൻസി ഓർ കട്ട് ഓഫ് ഫ്രീക്വൻസി V0. അപ്പോൾ നേരത്തെ നമ്മൾ പരിചയപ്പെട്ടതാണ് അല്ലേ V0നെ. അതിനെന്താണ് പറയുന്നത്? ത്രെഷോൾഡ് ഫ്രീക്വൻസി അല്ലെങ്കിൽ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്നാണ് V0 അറിയപ്പെടുന്നത്. എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു മിനിമം ഫ്രീക്വൻസി വരെ നമുക്കത് പോകും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഫ്രീക്വൻസി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇലക്ട്രോൺ എമിറ്റ് ചെയ്യത്തില്ല. നമ്മൾ ഈ ഒരു കട്ട് ഓഫ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊന്ന് ഇപ്പം പല PSC എക്സാമിലൊക്കെ പറയുന്നുണ്ട് അല്ലേ, കട്ട് ഓഫ് ഇത്രയാണ് വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും പാസ്സാവാൻ പറ്റത്തില്ല അങ്ങനെ. അപ്പോൾ അതേപോലെ തന്നെയാണ് V0 ഇവിടെ ഒരു മിനിമം ഫ്രീക്വൻസിനെയാണ് V0 അല്ലെങ്കിൽ ത്രെഷോൾഡ് ഫ്രീക്വൻസി, കട്ട് ഓഫ് ഫ്രീക്വൻസി എന്നൊക്കെ റെഫർ ചെയ്യുന്നത്. So it can be deduced that the generation of photocurrent is only possible when the light of sufficient frequency is made to fall on the metal plate. അപ്പോൾ അന്നേരം നമുക്ക് എന്ത് പറയാം? ഇത് ഫോട്ടോ കറൻറ്റ് ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ ആ ഒരു മെറ്റൽ സർഫസിൽ ഈ ഒരു കട്ട് ഓഫ് ഫ്രീക്വൻസിനേക്കാൾ കൂടുതലായിട്ടുള്ള അല്ലെങ്കിൽ സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സഫിഷ്യൻറ്റ് ഫ്രീക്വൻസിയിലുള്ള ലൈറ്റ് വേവ്സ് വന്ന് പതിക്കുന്നതാണെങ്കിൽ അല്ലെങ്കിൽ ഇൻസിഡൻറ്റ് ചെയ്യുമ്പോൾ മാത്രമേ എന്താണ് നമുക്ക് ആ ഒരു മെറ്റൽ സർഫസിൽ നിന്ന് ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നേരത്തെ എക്സ്പെരിമെൻറ്റിൽ കണ്ടില്ലേ നമ്മളിപ്പം ആ ഒരു കാഥോഡ് സി എന്ന് റെഫർ ചെയ്തിരുന്ന ഇതിലേക്ക് ആ ഒരു ലൈറ്റ് റേഡിയേഷൻ വന്ന് പതിക്കുമ്പോഴാണ് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്തിട്ട് അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന കളക്റ്റിംഗ് പ്ലേറ്റ് ആയിട്ടുള്ള ഇതിലേക്ക് A എന്ന് പറഞ്ഞിട്ട് ആനോഡിലേക്ക് അത് കളക്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ അല്ലേ. പിന്നെയാണ് ആ ഒരു ഫോട്ടോ കറൻറ്റിനെ എമിറ്റർ മെഷർ ചെയ്യുന്നതൊക്കെ. അപ്പം ഇങ്ങനെയാണ് വരുന്നത്. സോ ഓൾസോ ദർ വാസ് നോ ടൈം ലാഗ് ബിറ്റ്വീൻ ദ എമിഷൻ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ഇൻസിഡൻറ്റ് ഓഫ് ലൈറ്റ്. അപ്പോൾ ആ ഒരു
ലൈറ്റ് വന്നിട്ട് മെറ്റലിൽ പതിക്കുമ്പോഴും ഇൻസിഡൻറ്റ് ചെയ്യുമ്പോഴും പിന്നെ ആ ഒരു മെറ്റലിൽ നിന്ന് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുമ്പോഴും ദർ ഇസ് നോ ടൈം ലാഗ്. അതൊക്കെ ആ ഒരു ഈക്വൽ ടൈമിലാണ് നടക്കുന്നത്. പതിക്കുന്നു, പിന്നെ അവിടുന്ന് ആ ഒരു ഹൈ ഫ്രീക്വൻസിയാണ് വരുന്നത് അല്ലേ. അറ്റ് എ ടൈം അത് തന്നെ ഇൻസിഡൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ അത് എമിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ദർ ഇസ് നോ ടൈം lag between them. So the electrons ejected can have the maximum kinetic energy given by Einstein photoelectric equation. Okay, അപ്പം ഇജക്റ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസ് ഉണ്ടാവില്ലേ, അതിന് മാക്സിമം ഐൻസ്റ്റീൻ്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ പ്രകാരം എന്താണ് മാക്സിമം കൈനറ്റിക് എനർജി ഉണ്ടാകുന്നതായിരിക്കും. ദറ്റ് കെ മാക്സ് ഈക്വൽ ടു HV മൈനസ് 50 എന്നാണ് കേട്ടോ. സോ ഇവിടെ 50 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈക്വൽ ടു HV0 ആണ്. ഇത് വർക്ക് ഫങ്ഷൻ ഓഫ് ദി മെറ്റൽ ആണ് കേട്ടോ. ദാറ്റ് ഈസ് വർക്ക് ഫങ്ഷൻ ഓഫ് ദ മെറ്റൽ. ഇപ്പം നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് ദ എനർജി ഓഫ് എ സിംഗിൾ ഫോട്ടോൺ. ഫസ്റ്റ് സിംഗിൾ ഫോട്ടോണിൻ്റെ എനർജി ഈസ് ഈക്വൽ ടു HV ആണ്. ആൻഡ് ഇജക്റ്റ് ചെയ്തിരിക്കുന്ന മാക്സിമം കൈനറ്റിക് എനർജിയിൽ ഇജക്റ്റ് ചെയ്തിരിക്കുന്ന ഇലക്ട്രോൺസിൻ്റെ ഇക്വേഷനായിട്ട് വരുന്നത് എന്താണ്, കെ മാക്സ് ഈക്വൽ ടു HV മൈനസ് 50. ഇത് വർക്ക് ഫങ്ഷൻ ആണ് കേട്ടോ. 50 എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻഡ് ദി 50 ഈസ് ഈക്വൽ ടു HV0 ആണ്. സോ വർക്ക് ഫങ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ വർക്ക് ഫങ്ഷൻ ഓഫ് എ കണ്ടക്ടർ ഈസ് ദി മിനിമം എനർജി റിക്വയർഡ് ബൈ എൻ ഇലക്ട്രോൺ ടു കം ഔട്ട് ഓഫ് ദി കണ്ടക്ടർ സർഫസ്. അതായത് ആ ഒരു 50 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ആ ഒരു മെറ്റൽ സർഫസിൽ നിന്ന് ഇലക്ട്രോൺസിന് പുറത്തേക്ക് ചാടാനുള്ള മാക്സിമം ആ ഒരു മിനിമം എനർജി, മാക്സിമം അല്ല മിനിമം എനർജി, ആ ഒരു എനർജി കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു മെറ്റൽ സർഫസിൽ നിന്ന് ഇലക്ട്രോൺസിന് പുറത്ത് ചാടാൻ പറ്റത്തുള്ളൂ. അതിനെയാണ് നമ്മൾ വർക്ക് ഫങ്ഷൻ എന്നുകൊണ്ട് റെഫർ ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് ഈ ഇക്വേഷൻ വരെ നോക്കാം. ലെറ്റ് us know see how observed result can be explained on the basis of this theory. this theory എന്ന് മീൻ ചെയ്യുന്നത് ഐൻസ്റ്റീൻ തിയറി പ്രകാരം. ലെറ്റ് us take 50 is equal to HV0 വർക്കിംഗ് ഫങ്ഷൻ അല്ലേ. ആ ഒരു മെറ്റൽ സർഫസിൽ നിന്ന് കം ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇലക്ട്രോൺസിൻ്റെ ആ ഒരു എനർജീനെ മിനിമം എനർജി റിക്വയർ ചെയ്യുന്ന നമ്മൾ വർക്ക് ഫങ്ഷൻ എന്ന് പറയുന്നത്. സോ ദ ഇക്വേഷൻ 25.3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ മാക്സ് നമ്മൾ നേരത്തെ പറഞ്ഞു കെ മാക്സ് ഈസ് ഈക്വൽ ടു HV മൈനസ് 50. ഇതാണ് കേട്ടോ ഈ ഒരു ഇക്വേഷൻ വരുന്നത് 25.3 എന്ന് പറയുന്നത്. സോ അതനുസരിച്ച് ടേക്സ് ദ ഫോം കെ മാക്സ് ഈസ് ഈക്വൽ ടു ഹാഫ് mv². ദാറ്റ് ഈസ് ഈക്വൽ ടു HV മൈനസ് V0 ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ എന്താണ് ഇംപ്ലൈ ചെയ്യുന്നത്? ദിസ് ഇക്വേഷൻ ഇംപ്ലൈസ് ദാറ്റ് ദി ഫോർ Vmax to be positive, no emission can take place for V less than V0. That is the incident light must have frequency above the threshold frequency. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതാണ് എന്താണ് ഇൻസിഡൻറ്റ് ഫ്രീക്വൻസി എന്നും എന്താണ് ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്നും. മെറ്റൽ സർഫസിൽ ഇൻസിഡൻറ്റ് ചെയ്യുന്ന ആ ഒരു ഹൈ ഫ്രീക്വൻസി റേഡിയേഷനെയാണ് നമ്മൾ ഇൻസിഡൻറ്റ് വി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ആ മെറ്റൽ സർഫസിൽ നിന്ന് ഇലക്ട്രോൺസിന് ജമ്പ് ചെയ്യാനുള്ള ഒരു സെർട്ടൈൻ മിനിമം ഫ്രീക്വൻസിനെയാണ് ആ ഒരു ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കേട്ടോ. സോ ഒരു വി മാക്സ് പോസിറ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ എന്താണ് നോ എമിഷൻ ടേക്ക് പ്ലേസ്. അപ്പം ഈ ഒരു ത്രെഷോൾഡ് ഫ്രീക്വൻസി ഈസ് ഹയർ ദാൻ ദി ഇൻസിഡൻറ്റ് ഫ്രീക്വൻസി. ഓക്കെ, ഇവിടെ റെഫർ ചെയ്തിരിക്കുന്ന കെ മാക്സ് ഈസ് ലീനിയർലി പ്രൊപ്പോർഷണൽ ടു V minus V0. Okay, an increase in the intensity of incident light of frequency V correspond to an increase in the number of photons. Each and every photon has
same energy, there is no increase in the energy of photoelectrons. However, number of emitted electrons and photocurrent will increase with the increase in intensity. That is, ഈ ഒരു സെൻറ്റൻസ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്നു നമ്മുടെ ആ ഒരു കാഥോഡ് പ്ലേറ്റിൽ നിന്ന്, ഓക്കെ, ആ ഒരു ഫോട്ടോ സെൻസിറ്റീവ് മെറ്റീരിയലിന് എത്രത്തോളം എമിറ്റഡ് ചെയ്യുന്ന ഇലക്ട്രോൺസ്, ആ ഒരു ഇലക്ട്രോൺസിനെ ഡിപ്പെൻഡ് ചെയ്യും നമുക്ക് കിട്ടുന്ന, നമ്മൾ മെഷർ ചെയ്യുന്ന ആ ഒരു ഫോട്ടോ കറണ്ട് എന്നാണ്. ഓക്കെ അല്ലേ? കൂടുതൽ ഫോട്ടോ ഇലക്ട്രോൺസ് പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു ഫോട്ടോ കറൻറ്റിൻ്റെ ഇൻക്രീസും നടത്തുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ഫോട്ടോ കറൻറ്റ് ഇൻക്രീസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ആ ഒരു ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂടാന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. സോ സിൻസ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ കൊളീഷൻ ബിറ്റ്വീൻ ഫോട്ടോൺസ് ആൻഡ് ഇലക്ട്രോൺസ്, the energy transfer from photon is instantaneous, that is there is almost no time lag. ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് മുൻപ് ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. ഒരു ഫോട്ടോണും ഇലക്ട്രോണും ഉണ്ടാവുന്ന ആ ഒരു കൊളീഷൻ, അതിൻ്റെ തമ്മിലുണ്ടാകുന്ന ഇൻബിറ്റ്വീൻ ആയിട്ടുണ്ടാകുന്ന കൊളീഷനാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഉണ്ടാവാൻ കാരണം. പിന്നെ നമ്മൾ ആ ഒരു എനർജി ട്രാൻസ്ഫർ ഉണ്ടല്ലോ, ഇൻസിഡൻറ്റ് റേഡിയേഷനിൽ നിന്നുണ്ടാകുന്ന ആ ഒരു ടൈം ലാഗും, പിന്നെ നമുക്കത് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്നുള്ള ആ ഒരു ഭാഗം, അവിടെ നോ ടൈം ലാഗ് എന്നാണ് പറയുന്നത്. സോ ദ എനർജി ട്രാൻസ്ഫർ ഫ്രം ഫോട്ടോൺസ് ഈസ് ഇൻസ്റ്റൻറ്റേനിയസ്, ദാറ്റ് ഈസ് ദർ ഈസ് ഓൾമോസ്റ്റ് നോ ടൈം ലാഗ്. ഓക്കെ, സിൻസ് വർക്ക് ഫംഗ്ഷൻ ഈസ് എ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ, B0 ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി ഇൻറ്റൻസിറ്റി ഓഫ് ഇൻസിഡൻറ്റ് ലൈറ്റ്. സോ നമ്മൾ നേരത്തെ പറഞ്ഞ 5 ദാറ്റ് ഈസ് വർക്ക് ഫംഗ്ഷന്. ഓക്കെ, അപ്പോൾ ആ ഒരു മെറ്റൽ പ്ലേറ്റിൽ നിന്ന് ഇലക്ട്രോൺസിന് ജമ്പ് ചെയ്യാനുള്ള ആ ഒരു പൊട്ടൻഷ്യലിനെയാണ് വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ ഇതെന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, ആ ഒരു മെറ്റീരിയലിനെ. ആൻഡ് ദ ത്രെഷോൾഡ് ഫ്രീക്വൻസി B0 ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി ഇൻറ്റൻസിറ്റി ഓഫ് ദി ഇൻസിഡൻറ്റ് ലൈറ്റ്. നെക്സ്റ്റ് നമുക്ക് പറയുന്നത് ഫോട്ടോ ഇലക്ട്രിക് ട്യൂബിനെ കുറിച്ചിട്ടാണ്. ഇവിടെ കാഥോഡും C ആണ് വരുന്നത്, C എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ദ ആനോഡ് ഇസ് ദിസ് വൺ. സോ ഒരു ലൈറ്റ് ഇൻസിഡൻ്റ് ചെയ്ത് ഈ ഒരു ട്യൂബിലേക്ക്, സോ ഇവിടുന്ന് എന്തായിരിക്കും, ഒരു എമിറ്റ് ചെയ്യൂല്ലേ ഇലക്ട്രോൺസ്, ഹൈ ഫ്രീക്വൻസി ലൈറ്റാണ് ഇവിടെ എമിറ്റ് ചെയ്യുന്നത്. സോ ദ ഇലക്ട്രോൺസ് ആർ എമിറ്റഡ്. ഇത് കളക്ട് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു ആനോഡായിരിക്കും. ആനോഡ് എന്തോ ആയിട്ട് ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ മൈക്രോ അമ്മീറ്ററുമായിട്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോട്ടോ ഇലക്ട്രിക് ട്യൂബിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഫ്രീക്വൻസി ഒരു ത്രെഷോൾഡ് ഫ്രീക്വൻസി ഉണ്ടാവല്ലോ, അതിനേക്കാൾ ഉയർന്ന ഫ്രീക്വൻസി വേണം, ഹൈ ഫ്രീക്വൻസി വേണം ഈ ഒരു കാഥോഡിലേക്ക് എമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ മാത്രമേ ഈ ഒരു ഫോട്ടോ ഇലക്ട്രോൺസ് എമിറ്ററായിട്ടുള്ള കാഥോഡിൽ നിന്ന് എമിറ്റ് ചെയ്യത്തുള്ളൂ. ഈവൻ വെൻ ആക്സിലറേറ്റിംഗ് ദി പൊട്ടൻഷ്യൽ ബിറ്റ്വീൻ ദി കാഥോഡ് ആൻഡ് ദി ആനോഡ്. അപ്പോൾ ആനോഡിലുള്ള ആ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാവുമല്ലോ, അത് 0 ആയിരിക്കും. സോ ഇലക്ട്രോൺസ് കം ഔട്ട് ഓഫ് ദി കാഥോഡ് വിത്ത് ഡിഫൈനൈറ്റ് കൈനറ്റിക് എനർജി അല്ലേ. തൊട്ട് മുൻപേ പറഞ്ഞിട്ടുണ്ടാണ്, ആ ഒരു കാഥോഡിൽ നിന്ന് വരുന്ന ഇലക്ട്രോൺസിന് എന്താണ്, ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു കൈനറ്റിക് എനർജി ഉണ്ടാവും. സോ ആൻഡ് റീച്ച് ദ ആനോഡ് ഗിവിങ് റൈസ് ടു എ കറണ്ട് അല്ലേ. ഇവിടുന്ന് കാഥോഡിൽ നിന്ന് ആ ഒരു കൈനറ്റിക് എനർജി വെച്ചിട്ട് മൂവ് ചെയ്യുന്ന ഇലക്ട്രോൺസ് ആനോഡിൽ കളക്ട് ചെയ്യപ്പെടുന്നു. അങ്ങനെ ഫോട്ടോ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, വിച്ച് ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ ദി മൈക്രോ അമ്മീറ്റർ. സോ നമുക്ക് ഇതിൽ പറയാനുള്ള വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുക എവിടെയുള്ള ബിറ്റ്വീൻ ദ കാഥോഡ് ആൻഡ് ദി ആനോഡ് ഓഫ് ദി ഫോട്ടോ ഇലക്ട്രിക് ട്യൂബ്. സോ ഓൾസോ ദി കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നു. വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്നതിന് പോലെ തന്നെ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന കറണ്ടും ഓൾസോ ഇൻക്രീസ് ചെയ്യുന്നു. എവിടെയുള്ള വോൾട്ടേജാണ്, കാഥോഡിനും ആനോഡിനും ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് കേട്ടോ. However, at high voltage the current saturated to a fixed value. ഓക്കെ, ഒരു ഫിക്സഡ് വാല്യൂവിലായിരിക്കും ഉണ്ടാവുന്നത്. അത് നമുക്ക് ഈ ഒരു ഗ്രാഫിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ദ വാല്യൂ ഓഫ് സാച്ചുറേഷൻ കറണ്ട് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദി ഇൻറ്റൻസിറ്റി I. ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റിനെ ഐ എന്നാണ് കേട്ടോ റെഫർ ചെയ്യുന്നത്. സോ ഇൻസിഡൻറ്റ് ലൈറ്റിനെ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് സാച്ചുറേഷൻ കറണ്ട് ഈസ് ഓഫ് ദ ഓർഡർ ഓഫ് നാനോ ആംബിയർ, ദറ്റ് ഈസ് 10⁻⁹ ആണ് നാനോ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് സീൻ ദാറ്റ് ഇഫ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ദ ലൈറ്റ് ഈസ് ഇൻക്രീസ്ഡ് ദ സാച്ചുറേഷൻ കറണ്ട് ഓൾസോ ഇൻക്രീസസ്. ഓക്കെ, ഈ ഒരു ഇൻറ്റൻസിറ്റി എന്താണ്
ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ സാച്ചുറേഷൻ കറൻറ്റും ഓൾവേസ് ഇൻക്രീസ് ചെയ്യുന്നതെന്നാണ് ഈ ഒരു ഗ്രാഫിൽ പറയുന്നത്. ഇറ്റ്സ് ലുക്ക് ലൈക്ക് സെയിം ആസ് ദി നമ്മൾ നേരത്തെ പറഞ്ഞ ഐൻസ്റ്റീൻ്റെ ഒരു എക്സ്പെരിമെൻ്റൽ അറേഞ്ചിന് തുല്യം തന്നെയാണ് ഇവിടെ പറയുന്ന ഈ ഒരു ഫോട്ടോ ഇലക്ട്രിക് ട്യൂബ് കേട്ടോ. സോ നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത് ഡി ബ്രോഗ്ലീൻ്റെ ഹൈപ്പോത്തസിസ് ആണ്. ഡി ബ്രോഗ്ലീൻ്റെ ഹൈപ്പോത്തസിസ് വന്നിട്ട് അദ്ദേഹം ആർഗ്യുമെൻറ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് ഈസ് ആൻ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ആൻഡ് എക്സിബിറ്റ് വേവ് പാർട്ടിക്കിൾ ഡ്യുവാലിറ്റി. ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ആണ് ലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്ത് എക്സിബിറ്റ് ചെയ്യുന്ന വേവ് പാർട്ടിക്കിൾ ഡ്യുവാലിറ്റി എക്സിബിറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് ഡി ബ്രോഗ്ലി ഹൈപ്പോത്തസിസ് പറഞ്ഞേക്കുന്നത്. എന്താണ് E=mc². ഇതാണ് ഐൻസ്റ്റീൻ്റെ മാസ് എനർജി ഇക്വലൻസ് റിലേഷൻ. ഇതനുസരിച്ച് ലൈറ്റ് ആസ് എ ക്വാണ്ടം ഓഫ് ഫോട്ടോൺ ആണ്. സോ ആൻഡ് എ പാർട്ടിക്കിൾ ക്യാൻ ഹാവ് ഹോൾ ദീസ് ഇഫ് ദ മാറ്റർ ഓൾസോ എക്സിബിറ്റ് ദ വേവ് ക്യാരക്ടർ. ഹെൻസ് ഹി പ്രൊപ്പോസ്ഡ് ദാറ്റ് ഒരു വേവിൻ്റെ വേവ് ലെങ്ത് ആൻഡ് ഫ്രീക്വൻസിയും ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ മേറ്റർ ഉണ്ടല്ലോ, ആ ഒരു മേറ്റർ വേവിലുള്ള പാർട്ടിക്കിളിൻ്റെ മൊമെൻറ്റം ആൻഡ് എനർജി മാത്രം അറിഞ്ഞാൽ മതി എന്നാണ് അദ്ദേഹം പ്രപ്പോസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് സെയിം വേ ആസ് ഫോർ ഫോട്ടോൺസ്. ഇതെന്താണ്, ഫോട്ടോൺസിനും ഈ ഒരു രീതി തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ E=PC ആണ് വരുന്നത്. സോ ആൻഡ് ദി അസോസിയേറ്റഡ് വേവ് ലെങ്ത് lambda of a particle having momentum p is given by lambda h by p. h പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ്. ദറ്റ് ഈസ് പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ വരുന്നത് 6.626 × 10⁻⁻34 ജൂൾ സെക്കൻഡ് ആണ് കേട്ടോ, JS ആണ്. സോ മൊമെൻറ്റം ഓഫ് സച്ച് പാർട്ടിക്കിൾസ് gives P = mv. We can write lambda = h by mv. സോ ഈ ഒരു ഇക്വേഷനാണ് നമ്മൾ ഡി ബ്രോഗ്ലി വേവ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഡി ബ്രോഗ്ലിൻ്റെ വേവ് ലെങ്ത് ഇക്വേഷൻ എന്ന് പറയുന്നത് കേട്ടോ. സോ ഇതൊന്ന് നിങ്ങൾ നോക്കിപ്പോയാൽ മതി. ½ mv² = qv. v നമ്മളത് √2qv / m ആയിരിക്കും. സോ ദാറ്റ് ദി mv = P √2qmv ആയിരിക്കും. സോ ഓൺ കമ്പൈനിങ് ദിസ് റിസൾട്ട് വിത്ത് ഇക്വേഷൻ 25.5 നേരത്തെ കണ്ടിട്ടുള്ള ഈ ഒരു ഇക്വേഷനായിട്ട് lambda h by p വെച്ച് നമ്മൾ കമ്പൈൻ ചെയ്യുമ്പോൾ വി ഫൈൻഡ് ദാറ്റ് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഈസ് ഗിവൺ ബൈ lambda h by p h / p. നമ്മൾ നേരത്തെ കണ്ടെത്തി വെച്ചിട്ടാണ്. p എന്താണ്, √2qmv ആണ്. സോ ദ കോൺസ്റ്റൻസ് അപ്പിയറിങ് ഇൻ ഇക്വേഷൻ, ലാസ്റ്റ് പറഞ്ഞ ഇക്വേഷനിൽ എന്താണ് കോൺസ്റ്റൻസ് അപ്പിയർ ചെയ്യുന്നത്, ഹാവ് ദ വാല്യൂസ്. എച്ചിന് ഞാൻ നേരത്തെ റെഫർ ചെയ്തു. h = 6.625 × 10⁻⁻34 JS ആണ്. ക്യൂവിൻ്റെ വാല്യൂ ആയിട്ട് വരുന്നത് 1.602 × 10⁻⁻19 കൂളോം ആണ്. ആൻഡ് m എന്ന് വെച്ച് കഴിഞ്ഞാൽ 9.11 × 10⁻⁻13 കിലോഗ്രാം. സോ ഓൺ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദീസ് വാല്യൂസ് ഇൻ ഇക്വേഷൻ 25.9 വി ഒബ്റ്റെയിൻ. അപ്പം നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു h by √2qmv എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷനിൽ ഇത്രയും കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള വാല്യൂസ് നമ്മൾ പുട്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇതാണ് lambda = ഇപ്പം നിങ്ങൾക്ക് പിക്ചറിൽ കാണാം. ഇത് പുട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫൈനലി കിട്ടുന്നത് 12.3 / √v ആണ് കേട്ടോ, × 10⁻⁻10 മീറ്റർ ആണ്. സോ 12.3 / √v ആണ് ആംപിയർ. ഇറ്റ് മീൻസ് ദാറ്റ് ഇഫ് an electron is accelerated through a potential difference of 100 V, its wavelength will be given by, അതിൻ്റെ ഒരു 100 Vയിൽ 100 വോൾട്ടേജിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉള്ള ഇലക്ട്രോൺ ആക്സിലറേറ്റ് പോകുന്നതാണെങ്കിൽ അതിൻ്റെ വേവ് ലെങ്ത് എങ്ങനെയായിരിക്കും വരുന്നത്, 12.3 / √100 ആയിരിക്കും വരുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1.223 ആയിരിക്കും. സോ ദിസ് ഈസ് ഓൾസോ ദ വേവ് ലെങ്ത് ഓഫ് ആൻ ഇലക്ട്രോൺ ഓഫ് എനർജി 100 eV. You can easily verify this using the relation h = h by √2mv
ME capital E whole 1/2. ഓക്കെ, അപ്പം ജസ്റ്റ് ഇതൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. നിങ്ങൾ എന്താണ് ഇക്വേഷനും കാര്യങ്ങളും ഒന്ന് ലാസ്റ്റ് ഇക്വേഷൻസ് അതിൻ്റെ ഇടയിൽ റെഫർ ചെയ്തിരിക്കുന്ന ഡി ബ്രോഗ്ലി ഇക്വേഷൻസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കണം നോക്കണം കേട്ടോ. ആൻഡ് ഫൈനലി ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരുന്നത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പാണ്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ പവർഫുൾ ഇമേജിംഗ് ടൂൾ ദാറ്റ് യൂസസ് എ ബീം ഓഫ് ഇലക്ട്രോൺസ് ഇൻസ്റ്റെഡ് ഓഫ് light to magnify objects at very high resolution. This allows scientists to visualize extremely small structure for far small than what is possible with the traditional light microscope. So ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും സ്മോൾ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സിനെ, ഇൻറ്റേർണൽ സ്ട്രക്ചേഴ്സിനെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇമേജിംഗ് ടൂളാണ്. ഒരു വലിയ റീസൊല്യൂഷനിൽ തന്നെ നമുക്ക് ഒബ്ജക്ട്സിനെ കാണാൻ പറ്റുന്നതായിരിക്കും. സോ അതിൻ്റെ കീ ഫീച്ചേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ മാഗ്നിഫിക്കേഷൻ അപ് ടു 10 million times ആൻഡ് റീസൊല്യൂഷൻ ഡൗൺ ടു ദ അറ്റോമിക് ലെവൽ. So making them essential for the observing the fine details of cells, viruses, molecules and materials. സോ അത്രയും ചെറിയ വൈറസസിനെ സെൽസിനൊക്കെ അതിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ടൈപ്സ് ഓഫ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ ഒന്നിനെ കുറിച്ചാണ് ഇവിടെ നമ്മുടെ ടെക്സ്റ്റിൽ റെഫർ ചെയ്തിരിക്കുന്ന ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ഇറ്റ് ഗിവ്സ് ആൻ എസെൻഷ്യൽ ടൂൾ ഫോർ ഹൈ റെസൊല്യൂഷൻ ഇമേജിംഗ് ഓഫ് എ സ്പെസിമെൻ ഇൻറ്റേർണൽ സ്ട്രക്ചർ വിത്ത് ദ ആപ്ലിക്കേഷൻ ഇൻ ബയോളജി, നാനോ ടെക്നോളജി എക്സെട്ര. സോ അതായത് ഹൈ റീസൊല്യൂഷൻ പിക്ചറാണ് തരുന്നത് ഈ ഒരു ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. നമ്മുടെ ഇൻറ്റേർണൽ സ്ട്രക്ചറൊക്കെ മനസ്സിലാക്കിയെടുക്കാനൊക്കെ ഈ ഒരു ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട്. സോ ബയോളജി ഫീൽഡിൽ, നാനോ ടെക്നോളജി ഫീൽഡിലൊക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ നടക്കുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ കോസസ് എ ബീം ഓഫ് ഇലക്ട്രോൺ ടു പാസ് ത്രൂ ആൻ അൾട്രാ തിൻ സ്പെസിമെൻ. ഒരു നമ്മൾ എന്തിനാണോ ഒബ്സർവ് ചെയ്യാൻ വെക്കുന്നത് അതിലൂടെ ബീം ഓഫ് ഇലക്ട്രോണിനെ പാസ് ചെയ്യിക്കുന്നുണ്ട്. സോ ജനറേറ്റിംഗ് ഹൈലി ഡീറ്റെയിൽഡ് ഇമേജ് ബേസ്ഡ് ഓൺ ദി ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദി ഇലക്ട്രോൺസ് ആൻഡ് ദി സാമ്പിൾസ് ഇൻറ്റേർണൽ സ്ട്രക്ചർ. ആ ഒരു സാമ്പിൾ ചെയ്തിരിക്കുന്ന ഇൻറ്റേർണൽ സ്ട്രക്ചറും ഈ ഒരു ഇലക്ട്രോൺസുമായിട്ടുള്ള ഇൻട്രാക്ഷൻ കാരണം നമുക്ക് ഹൈ റീസൊല്യൂഷൻ പിക്ചർ നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നുണ്ട് ഈ ഒരു ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൻ്റെ. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഇൻറ്റേർണൽ സ്ട്രക്ചറിൻ്റെ അല്ലെങ്കിൽ ഇൻറ്റേർണൽ സ്പെസിമെൻ്റെ എന്താണ് ക്ലാരിറ്റിയോടുള്ള ചിത്രം നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നു. സോ ദിസ് ഈസ് ഇൻ ദിസ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. ഇപ്പം നിങ്ങൾക്ക് ക്വസ്റ്റ്യനായിട്ട് ഇപ്പോൾ നോക്കാം. എവറി മെറ്റൽ ഹാസ് എ ഡെഫിനിറ്റ് വർക്ക് ഫങ്ഷൻ. വൈ ഡു ഓൾ ദ ഫോട്ടോ ഇലക്ട്രോൺ നോട്ട് കം ഔട്ട് വിത്ത് ദ സെയിം എനർജി ഇഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ ഈസ് മോണോക്രോമാറ്റിക്. അപ്പം ഇൻസിഡൻറ്റ് റേഡിയേഷൻസ് മോണോക്രോമാറ്റിക് ആണെങ്കിൽ പിന്നെ ഈ ഒരു മെറ്റലിന് ഒരു ഡെഫിനിറ്റ് വർക്ക് ഫങ്ഷൻ ഉണ്ടാവും. അപ്പോൾ എല്ലാ തരത്തിലുള്ള ഫോട്ടോ ഇലക്ട്രോൺസും സെയിം എനർജിയാൽ എന്തുകൊണ്ട് വരുന്നില്ല എന്നാണ് നമുക്കിവിടെ ഒരു ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാം. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഒരു ഇലക്ട്രോൺ ഉണ്ടല്ലോ അത് ന്യൂക്ലിയസുമായിട്ട് ബൗണ്ട് ചെയ്തിട്ടുണ്ടാവും ആ ഒരു മെറ്റൽ ആറ്റത്തിലുള്ള, ആൻഡ് ഹാസ് എ ഡിഫറെൻറ്റ് ഇൻറ്റേർണൽ എനർജി വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ദി ഓർബിറ്റ് ഇൻ വിച്ച് ദേ ആർ ഓർബിറ്റിംഗ് അല്ലേ. ആ ഒരു ന്യൂക്ലിയസുമായിട്ട് ബൗണ്ട് ചെയ്തിരിക്കുന്ന ഇലക്ട്രോൺസ് ഏത് ഓർബിറ്റിലാണോ ആ ഓർബിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിൻ്റെ ഇൻറ്റേർണൽ എനർജീനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു ഫോട്ടോണ് മെറ്റൽ സർഫസിലേക്ക് ഇൻസിഡൻറ്റ് ചെയ്യുന്നതാണെങ്കിൽ സം ഓഫ് ദ എനർജി ഓഫ് ദ ഫോട്ടോൺ ഈസ് യൂസ്ഡ് അപ് ടു ഓവർകം ദ കൂളോംബിക് ഇൻ്ററാക്ഷൻ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്താണ് വർക്ക് ഫങ്ഷൻ ഓഫ് ദ മെറ്റൽ എന്ന് പറയുന്നത്. ആൻഡ് ദ റിമൈനിങ് എനർജി ഓഫ് ദ ഫോട്ടോൺ ബിക്കംസ് ദി കൈനറ്റിക് എനർജി ഓഫ് ദി എമിറ്റഡ് ഫോട്ടോൺസ് അല്ലേ. സോ ഹെൻസ് ദ ഫോട്ടോൺ ഇലക്ട്രോൺസ് ആർ നോട്ട് എമിറ്റഡ് വിത്ത് ദി സെയിം എനർജി ആസ് ദി ഇൻസിഡൻറ്റ് ഫോട്ടോൺസ്. അവരെല്ലാവരും കം ഔട്ട് ചെയ്യുന്നത് ഡിഫറെൻറ്റ് എനർജി ലെവൽസിൽ നിന്നായിരിക്കും കേട്ടോ. അപ്പോൾ അത് ആലോചിച്ച് വെക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. അപ്പം ഇതൊക്കെ ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. സിമ്പിൾ കോൺസെപ്റ്റാണ്. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എക്സാമിന് ഇതിൽ നിന്ന് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് വരാമെന്നുണ്ടെങ്കിൽ എഴുതാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. താങ്ക് യു. ഇന്നത്തെ ക്ലാസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്.